ഹലോ ഫ്രണ്ട്സ്, ഇനി അടുത്ത ആഴ്ച വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനയുടെ വീട്ടിലേക്ക് വരുന്ന ആദർശ് ദേവയാനിയുടെ കാർ കാണുകയും അതിൽ സംശയം തോന്നുകയും ആണ്. അങ്ങനെ ഇരിക്കെ ആദർശ് ദേവയാനിയെയും നയനയെയും ശ്രദ്ധിക്കാം എന്ന് തീരുമാനിക്കുന്നുണ്ട്. ഈ സംശയം ആദർശിൻ്റെ അച്ഛൻ്റെ അടുത്ത് പ്രകടിപ്പിക്കുന്നുണ്ട്. ആദർശ് പറയാണ്, അമ്മയും നയനയും ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ അത് അമ്മ അറിയാതെ ഇത് എന്നോട് പറയേണ്ട ബാധ്യത നയനയ്ക്കുണ്ട്. അത് അവൾ ചെയ്തില്ലെങ്കിൽ അതെനിക്ക് വലിയ വിഷമം ആവും അച്ഛാ എന്നൊക്കെ പറഞ്ഞ് ആദർശ് തൻ്റെ സങ്കടം പറയാണ് ആദർശിൻ്റെ അച്ഛൻ്റെ അടുത്ത്. പിന്നീട് ദേവയാനി പുറത്തേക്ക് പോകുന്നത് കണ്ട് ആദർശും പിന്നാലെ പോവാണ്. അങ്ങനെ ദേവയാനിയുടെ കാറ് ഫോളോ ചെയ്ത് പോകുമ്പോൾ വഴിയിൽ വെച്ച് ദേവയാനിയും നയനയും ഒരുമിച്ച് നിന്ന് നല്ല സന്തോഷത്തോടെ സംസാരിക്കുന്നതൊക്കെ ആദർശ് നേരിൽ കാണാണ്. അത് കാണുമ്പോൾ ആദർശിന് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. രണ്ടുപേരും സ്നേഹിക്കണം, ഒരുമിച്ചിരിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച ആദർശ് വരെ നയന ഈ കാര്യം ആദർശിൻ്റെ അടുത്ത് പറഞ്ഞില്ല എന്നും പറഞ്ഞ് ആകെ സങ്കടത്തിലാണ്. അങ്ങനെ താൻ ഏറെ സ്നേഹിക്കുന്ന നയന ഈ കാര്യം മറച്ചു പിടിച്ചതറിഞ്ഞ് ആദർശ് ഒരുപാട് വിഷമിക്കുകയാണ്. ശേഷം ആദർശ് നയനയെ നേരിൽ കാണണം, പുറത്ത് വെച്ച് കാണാം എന്നൊക്കെ പറഞ്ഞ് നയനയെ വിളിക്കുന്നുണ്ട്. അങ്ങനെ നേരിട്ട് തന്നെ ആദർശ് നയനയോട് ചോദിക്കുന്നുണ്ട്. അപ്പോഴും നയന ഒന്നും പറയാത്ത കാരണം നയനയോട് ദേഷ്യവും വെറുപ്പും ഒക്കെ തോന്നാം. അഥവാ അമ്മ പറയണ്ട എന്ന് പറഞ്ഞാലും എന്നോട് ഇത് നിനക്ക് പറയാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നയനയോട് ദേഷ്യപ്പെടുന്നുണ്ട് ആദർശ്. അങ്ങനെ വീട്ടിൽ വെച്ചായാലും റൂമിൽ വെച്ചായാലും നയനയോട് ഒന്നും മിണ്ടാതെ ദേഷ്യത്തിൽ തന്നെ ഇരിക്കുകയാണ്. അത് കണ്ട് നയനയ്ക്കും തന്നെ ഒത്തിരി സങ്കടം ആവാണ്. ഈ വിവരം ദേവയാനിയോട് നയന പറഞ്ഞ് കരയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്